നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മയ്ക്ക് എന്നെ എന്ത് വേണേലും പറയാം, പക്ഷെ എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടി? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി ഉത്തരവിറക്കുന്നോടി. ഒറ്റോടിക്കുന്ന ചൂലുണ്ട് അപ്പുറത്ത്, അടിച്ചിറക്കുന്നിനെ ഞാൻ. അമ്മയ്ക്കൊരു ക്ഷീണം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നു കരുതി. ദേ അമ്മ ഒരുപാടങ്ങ് അഹങ്കരിക്കല്ലേ. ഏടത്തി വന്നത് അമ്മയെ കണ്ട് ക്ഷമ ചോദിക്കാനാ. ഏടത്തിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. അമ്മ അത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം. അതെ അമ്മേ, സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് സംഭവിച്ചത്. എന്റെ സമയദോഷം. ഇത്തവണയും എന്റെ കയ്യിൽ നിന്ന് ഹർഷ രക്ഷപ്പെട്ടു. അമ്മ എന്റെ ശത്രുവായി. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അമ്മയില്ലാതെ വളർന്ന ഞാൻ ഒരിക്കലും അമ്മയെ തല്ലില്ല. അത്രയ്ക്ക് നെറികെട്ടവളല്ല അനുപമ. എന്റെ കഷ്ടകാലത്തിന് പറ്റിപ്പോയ കൈപ്പഴ. അതിന് എന്ത് പ്രായശ്ചിത്തം വേണേലും ചെയ്യാം. അമ്മ എന്നോടൊന്ന് പൊറുക്കണം. നിന്നോട് ഞാൻ പൊറുക്കാനോ? ആദ്യ ജന്മത്തിലുണ്ടാവില്ലടി. ദേ, ഞാൻ കുറ്റിച്ചൂലെടുക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം. സുശീല, നീ ഇത്ര മനസാക്ഷി ഇല്ലാത്തവളായി പോയല്ലോ. നിങ്ങൾ വേണ്ടി പോകരുത്. ഇവൾക്ക് പലതിനും സൗകര്യം ചെയ്തു കൊടുക്കുന്നതേ നിങ്ങൾ ഒറ്റയൊരുത്തിയാ. എന്നിട്ടിപ്പോ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. ദേ, മര്യാദയ്ക്ക് വിളിച്ചിറക്കി കൊണ്ടുപോക്കവളെ, ഇല്ലെങ്കിൽ ചൂലിനടിച്ച് ഓടിക്കും ഞാൻ. എങ്കി നീ പോയി ചൂലെടുത്തോണ്ട് വാടി. ഞാനൊന്ന് കാണട്ടെ. നീ അടിച്ചിറക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. കാണിച്ചു തരാം തള്ളേ, കാണിച്ചു തരാം. സോനെ, ഇത് നീ ചെന്ന് തടയി. മനുഷ്യനെ കുറച്ചെങ്കിലും ബോധം വേണം. വാ സത്യേട്ട, ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഇനി വന്നേ സുശീല പറഞ്ഞ ചെയ്യും. എന്റെ തല പോയാലും ഇവളെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കും. ഭ്രാന്ത് പിടിച്ചോ? അതെടി, എനിക്ക് ഭ്രാന്താ. അനന്തമാഷ്ട മക്കളുടെ ഭ്രാന്ത് എനിക്ക് പിടിവിട്ടു. അമ്മയെ കാണിക്കുന്നോട്ട് ശരിയല്ല. ഇതൊന്നും ഇവിടെ അനുഭവിച്ചു തരാനും പറ്റില്ല. അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഭാനുമ്മ എടുത്തി അമ്മ ചൂലെടുത്ത് അടിക്കുന്നത് ബാക്കിയുള്ളവർ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. അമ്മയുടെ മൂത്ത മകൻ കണ്ണടയ്ക്കുമായിരിക്കും, പക്ഷെ സത്യം ന്യായത്തിന്റെ കൂടെ നിൽക്കും. അത് അമ്മയായാലും ആരായാലും. കേട്ടല്ലോ? മനസ്സിലായടാ, മനസ്സിലായി. നീ വീണ്ടും നിന്റെ ഏട്ടത്തിയമ്മയെ ന്യായീകരിക്കാന്ന് എനിക്ക് മനസ്സിലായി. നീയേ അത്ര വലിയ മാന്യനാണെങ്കിലേ അമ്മയെ തല്ലിയോളെ ഇവിടെ നിന്ന് ആദ്യം ഇറക്കി വിടടാ. എടുത്തി, ഇത് നല്ല രീതിയിൽ തീർക്കാൻ അമ്മ ഒരിക്കലും തയ്യാറാവില്ല. ഇന്ദ്രേട്ടൻ വന്നാൽ ഇതൊരു തീപ്പന്തമായി ഇന്ദ്രേട്ടന്റെ കൈ കൊടുക്കാനായിരിക്കും അമ്മ ഈ കാത്തിരിക്കുന്നത്. ശരി സത്യ, ഞാൻ തിരിച്ചു പോയിക്കോളാം. ഇതുവരെ ഞാൻ ശിക്ഷിക്കപ്പെട്ടതൊക്കെ ഒരു തെറ്റും ചെയ്യാതെ. ഇപ്പൊ അറിയാതെയാണെങ്കിൽ ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയി. അതിന്റെ ശിക്ഷയായി കത്തിത്തീരാനാണ് യോഗമെങ്കിൽ ഞാൻ അതിന് തയ്യാറായി ഇരുന്നോളാം. ഭാനു,